ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹര ഹര മഹാദേവ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്यै നമ. ഓം നമ ചണ്ഡികായേ. ഹരി ഓം. ശ്രീമദ് ദേവി മാഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നേരുന്നു, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 24 മുതൽ 34 വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചിരുന്നു. അത് കറക്ഷൻ ചെയ്തപ്പം കുറേ തെറ്റുകൾ കണ്ടു. പലരും അർത്ഥം മനസ്സിലാക്കാതെ പഠിച്ച പോലെ. അപ്പം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് അതിൽ ഞാൻ ഒന്നും കൂടി ആ ഭാഗം വായിച്ചർത്ഥം പറയുന്നുണ്ട്. അപ്പം ആദ്യം നമുക്ക് ഇന്ന് പഠിക്കാനുള്ള 116-ാമത്തെ ദിവസത്തെ ക്ലാസ് അത് നമുക്കിന്ന് എടുക്കാം. ഓരോ ശ്ലോകം വായിച്ച അർത്ഥം പറഞ്ഞ് പഠിച്ചു പോകാം. എന്നിട്ട് കഴിഞ്ഞ ക്ലാസ്സിലെ ഒന്നും കൂടി വായിച്ച് ഒന്നുകൂടി അർത്ഥം പറയാം. അപ്പോൾ ഓം ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. ഹരി ഓം. അഥ ശ്രീമദ്ദേവി മാഹാത്മ്യേ 12-ാധ്യായഃ ശ്ലോകം 35 മുതൽ 39 വരെ. തയ്യേതന്മോഹ്യത്തെ വിശ്വം സൈവ വിശ്വം പ്രസൂയത്തെ സാ യാചിതാ ച വിജ്ഞാനം തുഷ്ടാറിദ്ധിം പ്രയച്ഛതി. വ്യാപ്തം തയേതത് സകലം ബ്രഹ്മാണ്ഡം മനുജേശ്വര മഹാകാള്യാ മഹാകാലേ മഹാമാരീ സ്വരൂപയാ. സൈവകാലേ മഹാമാരീ സൈവ സൃഷ്ടിർഭവത്യജ. സ്ഥിതിം കരോതി ഭൂതാനാം സൈവകാലേ സനാതനീ. ഭവകാലേ നൃണാം സൈവ ലക്ഷ്മീവൃദ്ധിപ്രദാ ഗൃഹേ. സൈവാഭാവേ തഥാ ലക്ഷ്മീഃ വിനാശയോപജായത്തെ. സ്തുതാ സംപൂജിതാ പുഷ്പൈഃ ധൂപഗന്ധാദിഭിസ്തഥാ. ദദാതി വിത്തം പുത്രാംശ്ച മതിം ധർമ്മേ ഗതിം ശുഭാം. ഓം ഇതി ശ്രീമാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവീ മാഹാത്മ്യേ ദേവീചരിതമാഹാത്മ്യം നാമ 12-ാധ്യായഃ. ഇനി ഓരോ ശ്ലോകം എടുക്കാം. തയേതന്മോഹ്യത്തെ വിശ്വം സൈവ വിശ്വം പ്രസൂയത്തെ സാ യാചിതാ ച വിജ്ഞാനം തുഷ്ടാറിദ്ധിം പ്രയച്ഛതി. വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ശ്ലോകത്തിലെ തയാ ഏതത് മോഹ്യത്തെ. തയാ ഏതത് മോഹ്യതയാണ് തയേതൻ മോഹ്യതയായത്. അതായത് തയാ എന്ന ആകാരവും ആ ആകാരവും ഏതതെന്ന എയും കൂടെ വന്നപ്പം ആ പ്ലസ് എ വന്നപ്പോൾ അത് ഐ ആയി മാറി സന്ധി നിയമം അനുസരിച്ച്. അപ്പം തയേതത് തയാ ഏതത് തയ്യേതതായി. ആ ത പ്ലസ് മാ വന്നപ്പോൾ അത് ഇന്മായായി മാറി. അപ്പം തയേതൻ മോഹ്യത്തെ. നിങ്ങൾ പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ ഇത് ഓർമ്മ വരണം, എന്നാലേ അത് ആ വാക്കുകൾ മുഴുവൻ വരുള്ളൂ. അപ്പം തയേതൻ മോഹ്യത്തെ എന്ന് പറയാം. തയാ ഏതത് മോഹ്യത്തെ. ഈ വാക്കുകൾ ചേർന്നാണ് വിശ്വം ലോകം. തയാ എന്ന് പറഞ്ഞാൽ അവളാൽ. ആരാൽ? ഈ ലോകത്തെ മുഴുവൻ സംരക്ഷിക്കുകയാണ് ദേവിയുടെ കർത്തവ്യം എന്ന്. ഏവം ഭഗവതീ ദേവി സാ നിത്യാപി പുനഃ പുനഃ സംഭൂയ കുരുതേ ഭൂപ ജഗതപരിപാലന. അപ്പം
ലോകരക്ഷണം ചെയ്യാൻ വേണ്ടിയാണ് ദേവി അവതരിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ലാസ്റ്റ് ശ്ലോകത്തിൽ പഠിച്ചാണ് നിർത്തിയത് അല്ലേ. ദേവിയുടെ ജോലി ജഗത്തിൻ്റെ പരിപാലനമാണ്. അല്ലയോ രാജാവേ, ജഗത് പരിപാലനാർത്ഥം വീണ്ടും വീണ്ടും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുർഗാ ഭഗവതി, അതാണ് തയാ, ആ ദുർഗാ ഭഗവതിയാൽ എന്നിവിടെ തയാ എന്നുള്ളത് എടുക്കണം. അപ്പോൾ ആ ദേവി തന്നെയാണ് വിശ്വത്തെ മോഹിപ്പിക്കുന്നത്. മോഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദേവി മായ കൊണ്ട് നമ്മളെല്ലാം മോഹിപ്പിക്കുന്നു അല്ലേ, വിഷയ ഇതിലേക്കെല്ലാം തള്ളിവിടുന്നു. സായേവ വിശ്വം പ്രസൂയത്തെ, ആ ദേവി തന്നെയാണ് വിശ്വത്തെ സൃഷ്ടിക്കുന്നതും. പ്രസൂതി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രസൂയ എന്ന് പറഞ്ഞാൽ ജനിക്കുക, പ്രസവിക്കുക എന്നർത്ഥം, സൃഷ്ടി എന്നർത്ഥം. അപ്പോൾ ഈ വിശ്വത്തെ സൃഷ്ടിക്കുന്നതും മോഹിപ്പിക്കുന്നതും ദേവി തന്നെ എന്ന് ഈ 2 ലൈനിൽ. സാ യാചിതാജ വിജ്ഞാനം, അപ്പം ദേവി തന്നെ മോഹിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ദേവി തന്നെ വിജ്ഞാനം ഇവിടെ മോക്ഷമാണ്, മോക്ഷജ്ഞാനത്തെ നൽകുകയും ചെയ്യുന്നു. അപ്പോൾ തുഷ്ട, ദേവി തുഷ്ടയായ, തുഷ്ട എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചാൽ, ദേവി സന്തോഷിച്ചാൽ മോക്ഷജ്ഞാനത്തെ നൽകുന്നു. ഋദ്ധിയും പ്രയച്ചതി, ഋദ്ധി എന്ന് പറഞ്ഞാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാ സമൃദ്ധിയെയും നൽകുകയും ചെയ്യുന്നു. അപ്പം ഈ ദേവി തന്നെ തയേതൻ മോഹ്യതയെ വിശ്വത്തെ മോഹിപ്പിക്കുന്നു. സായേവ വിശ്വം പ്രസൂയതേ, ഈ വിശ്വത്തെ സൃഷ്ടിക്കുന്നു. സാ യാചിതാച വിജ്ഞാനം, അപ്പോൾ ദേവിയോട് നമ്മൾ മോഹിപ്പിക്കുകയും ഈ ജഗത് പരിപാലനത്തെ ലക്ഷ്യമാക്കി ജനിക്കുന്ന ആ നിത്യയായ ഭഗവതിയിൽ ഈ വിശ്വം ഭഗവതിയാൽ മോഹിപ്പിക്കപ്പെടുന്നു, ഭഗവതിയിൽ മോഹിക്കപ്പെടുന്നു. ആ ഭഗവതിയാണ് ഈ വിശ്വത്തെ സൃഷ്ടി ചെയ്യുന്നതും മോക്ഷമാകുന്നതും മോക്ഷ കാരണമാകുന്നതും. മോക്ഷത്തിൻ്റെ സാധനം അല്ലെങ്കിൽ കാരണം അതും ദേവി തന്നെയാണ്. അപ്പം സന്തുഷ്ടയായാൽ എല്ലാവിധ സിദ്ധികളെയും ദേവി പ്രദാനം ചെയ്യുന്നു. ഋദ്ധിയും പ്രയച്ചതി, എല്ലാവിധ സമൃദ്ധിയെയും നൽകുന്നു. തുഷ്ട, സന്തോഷിച്ചാൽ. അടുത്ത ശ്ലോകം. വ്യാപ്തം തയേത സകലം ബ്രഹ്മാണ്ടം മനുജേശ്വര മഹാകാളിയ മഹാകാലേ മഹാമാരി സ്വരൂപയാ. വ്യാപ്തം, വ്യാപിച്ചിരിക്കുന്നു. തയായേതത് സകലം, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു അവളാൽ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ. ബ്രഹ്മാണ്ടം മനുജേശ്വര, അല്ലയോ മനുജേശ്വര എന്ന് വിളിച്ചിരിക്കുന്നത് രാജാവിനെ, സുരത രാജാവിനെ. അല്ലയോ രാജാവേ, ഈ ബ്രഹ്മാണ്ടം മുഴുവൻ അവൾ വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ദേവിയാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു ഈ ബ്രഹ്മാണ്ടം, ഈ ലോകം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ. മഹാകാളിയ മഹാകാലേ, മഹാകാളിയാൽ മഹാകാലേ, മഹാകാലം ഇവിടെ പറഞ്ഞ പ്രളയകാലത്ത് മഹാമാരി സ്വരൂപയാണ്, സംഹാരരൂപിയായി. മഹാമാരി എന്ന് ഇവിടെ പറഞ്ഞത് സംഹാരം, മഴ പെയ്യുമ്പോഴാണല്ലോ അവിടെ വെള്ളം, പ്രളയജലം ഉണ്ടാകുന്നത്. അപ്പം ഇവിടെ മഹാമാരി സ്വരൂപമായിട്ട് സംഹാരരൂപയായിട്ടും ഈ ദേവി തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം വ്യാപ്തം തയേത സകലം ബ്രഹ്മാണ്ടം മനുജേശ്വര, അല്ലയോ സുരത രാജാവേ, മഹാകാളിയായി മഹാദേവിയായി മഹാമാരി സ്വരൂപയായി നിത്യയായിരിക്കുന്ന ഈ ദേവിയാൽ വ്യാപ്തമാണ് ബ്രഹ്മാണ്ടം. അപ്പം ഈ ബ്രഹ്മാണ്ടം മുഴുവൻ ദേവി വ്യാപിച്ചിരിക്കുന്നു. മഹാകാളിയായിട്ടും മഹാമാരിയായിട്ടും എല്ലാ മഹാമാരി സ്വരൂപയായിട്ടും എല്ലാം
ഈ ബ്രഹ്മാണ്ടം മുഴുവൻ ദേവി വ്യാപിച്ചിരിക്കുന്നു എന്നർത്ഥം. വ്യാപ്തം തയേത സകലം ബ്രഹ്മാണ്ടം മനുജേശ്വര മഹാകാള്യ മഹാകാലേ മഹാമാരി സ്വരൂപയാം സൈവകാലേ മഹാമാരി സൈവ സൃഷ്ടിർഭവത്യജ സ്ഥിതിം കരോതി ഭൂതാനാം സൈവകാലേ സനാതനി സാ ഏവ കാലേ മഹാമാരി. മുമ്പ് പറഞ്ഞു ഇവിടെ കാലേ എന്ന് പറഞ്ഞാൽ പ്രളയകാലത്തെ മഹാമാരി എന്നുള്ളത് സംഹാരമായിട്ട് എടുക്കണം. അപ്പോൾ അത് സൃഷ്ടി സ്ഥിതി സംഹാരം മൂന്നും നടത്തുന്നത് ദേവി തന്നെയാണെന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. സാ ഏവ അവൾ തന്നെ കാലേ മഹാമാരി പ്രളയകാലത്ത് മഹാമാരിയായിട്ടും അതായത് സംഹരിക്കുന്നവളായിട്ടും സാ ഏവ സൃഷ്ടി അവൾ തന്നെ സൃഷ്ടിയായതും ഭവതി അജ നിത്യയായിരിക്കുന്നതും ആ ദേവി തന്നെ. കൂടാതെ സ്ഥിതിം കരോതി സ്ഥിതിയെ ചെയ്യുന്നു, പരിപാലനവും ചെയ്യുന്നു. ഭൂതാനം ഭൂതങ്ങൾക്ക് ഭവിക്കുന്നതൊക്കെ ഭൂതങ്ങൾ. അപ്പം എല്ലാ ഭൂതങ്ങൾക്കും സൃഷ്ടി സ്ഥിതി സംഹാരം എല്ലാം ചെയ്യുന്നത് ഈ ദേവി തന്നെ. സൈവകാലേ സനാതനി സാ ഏവ കാലേ സനാതനി സനാതനം ആയിട്ട് അതായത് സനാതനിയായ ഭഗവതിയത്രേ സംഹാരകാലത്തിൽ മഹാമാരി സ്വരൂപയായി വർത്തിക്കുന്നത്. ജനന മരണങ്ങളില്ലാത്ത നിത്യയായ ഭഗവതിയത്രേ. അജ എന്ന് പറഞ്ഞില്ലേ, സൃഷ്ടിർഭവത്യജ സൃഷ്ടിർഭവതി സൃഷ്ടിയെ ഉണ്ടാക്കുന്നു. അജ എന്ന് പറഞ്ഞാൽ നിത്യയായ ജനിക്കാത്തവൾ. ആ ദേവി അത്രേ ജനന മരണങ്ങൾ, ജനനമില്ലെങ്കിൽ മരണവുമില്ല, ജനന മരണങ്ങളൊന്നും ഇല്ലാത്ത നിത്യയായ ആ ദേവി അത്രേ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നത്. വേണ്ട കാലങ്ങളിൽ വേണ്ട പോലെ ഭൂതങ്ങൾക്ക് രക്ഷയെ കൊടുക്കുന്നതും. രക്ഷ സ്ഥിതിം കരോതി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും പരിപാലിക്കുന്നതും ഈ ദേവി തന്നെ ആണ് എന്ന് മഹാരാജാവിനോട് ദേവി തന്നെ പറയുന്നു. അത് ആണെന്ന് ഋഷി രുവാചയാണല്ലോ. അപ്പോൾ ഋഷി പറയുകയാണ്, ഭവകാലേ നൃണാം സായേവ ഭവകാലേ നൃണാം സൈവ സായേവ അവൾ തന്നെ. ഭവകാലേ നൃണാം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ഭവകാലേ നല്ല കാലം, അതായത് നല്ല കാലത്ത് അവൾ തന്നെ മനുഷ്യർക്ക് ലക്ഷ്മീർ വൃദ്ധിപ്രദ ലക്ഷ്മി എല്ലാ ഐശ്വര്യങ്ങളും സമ്പത്തുകളും. വൃദ്ധി എന്ന് പറഞ്ഞാൽ വൃദ്ധി തന്നെ വളർച്ച. അപ്പം സമ്പൽ സമൃദ്ധികളെല്ലാം ഗ്രഹത്തിൽ എല്ലാ സമ്പൽ സമൃദ്ധികളും ഉണ്ടാക്കുന്നത്, എല്ലാവിധ ഐശ്വര്യങ്ങളെയും പ്രദാനം ചെയ്യുന്നത് സായേവ അവൾ തന്നെ. ഇനി സായേവ അഭാവേ അവളുടെ അഭാവത്തിൽ എന്ന് പറഞ്ഞാലോ, അഭാവം എന്ന് പറഞ്ഞാൽ ആ ലക്ഷ്മി ദേവി ഇല്ലെങ്കിൽ അവിടെ അടുത്തല്ല ഇതിൽ പറയുന്നു തഥാ അലക്ഷ്മി ലക്ഷ്മി അല്ലാത്തവളായി അലക്ഷ്മിയായിട്ട്. രണ്ട് ദേവിയുണ്ട്, ലക്ഷ്മിയും അലക്ഷ്മിയും. അലക്ഷ്മി ചേഷ്ടാ ഭഗവതിയാണ്, ജ്യേഷ്ഠാ ഭഗവതി എന്ന് പറയും. അലക്ഷ്മി ഒരു ഐശ്വര്യം ഉണ്ടാവില്ല, ഐശ്വര്യം ഉള്ളിടത്ത് ആ ദേവി ഇരിക്കത്തുമില്ല. അപ്പം അവിടെ ലക്ഷ്മി ദേവി കയറിയിരിക്കും. വിനാശയോപജായത ഈ അലക്ഷ്മി ദേവി ഗ്രഹത്തിൽ വിനാശത്തെ ഉണ്ടാക്കുന്നു, ഉപജായത ഉണ്ടാക്കുന്നു. അപ്പം ഭവകാലേ നൃണാം സൈവ ലക്ഷ്മിർ വൃദ്ധിപ്രദാ ഗൃഹേ സാ ഏവ അഭാവേ തഥാ ലക്ഷ്മീഹി വിനാശയോപജായത. അപ്പം വീടുകളിൽ ഗ്രഹേ നല്ല കാലത്ത് മനുഷ്യർക്ക് എല്ലാവിധ ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ലക്ഷ്മി ദേവിയായതും ഈ ദേവി തന്നെ. നിത്യയായ ഈ ഭഗവതിയാണ്. പിന്നെ
അലക്ഷ്മിയായി ഗ്രഹത്തിൽ വിനാശത്തെ ഉണ്ടാക്കുന്നതും ഈ ദേവി തന്നെ. അപ്പം അലക്ഷ്മിയായി വിനാശകാലമാവുമ്പോൾ അതിനായി പ്രവർത്തിക്കുന്ന സ്വഭാവവും ഈ ദേവിയിൽ തന്നെ ഉണ്ട്. അല്ലയോ സുരത രാജാവേ, നല്ല കാലത്തിൽ ലക്ഷ്മിയായിട്ടും വിനാശകാലത്തിൽ അലക്ഷ്മിയായിട്ടും ഗ്രഹത്തിൽ പ്രവർത്തിക്കുന്നത് ഈ ദേവി തന്നെ എന്ന് അർത്ഥം. ഭവകാലേ നൃണാം സൈവ ലക്ഷ്മി വൃത്തിപ്രദാഗ്രഹേ സായേവയാണ് സൈവ. സൈവ അഭാവേ, ആ വായയുടെ ദീർഘം ആയെ കാണിക്കുന്ന അവിടെ അഭാവത്തിൽ, ഭാവത്തിലല്ല, സൈവ ഭാവയല്ല, സൈവ അഭാവേ. ആ വായയുടെ ദീർഘം അവിടെ ഉണ്ടെങ്കിലേ അഭാവം എന്നുള്ള ഇത് വരുള്ളൂ. അപ്പം നിങ്ങളൊക്കെ ഈ ദീർഘങ്ങളില്ലാതെയൊക്കെ വായിക്കുമ്പോൾ വിരുദ്ധ അർത്ഥമാണ് ഉണ്ടാകുന്നത്. ആ തഥ അലക്ഷ്മി, ആ തായുടെ ആകാരം അത് അലക്ഷ്മിയായിട്ട്, പിന്നെ ആന്നുള്ള പ്രശ്ലേഷയുണ്ട് അവിടെ. അപ്പോൾ തഥാലക്ഷ്മി വിനാശായോപജായത്തെ, വിനാശത്തെ ഉണ്ടാക്കുന്നു. സ്തുത സംപൂജിത പുഷ്പൈഃ ധൂപഗന്ധാദിഭിസ്തഥാ ദദാതി വിത്തം പുത്രാംശ്ച മതിം ധർമ്മേ ഗതിം ശുഭാം. സ്തുത സംപൂജിത പുഷ്പൈഃ, സ്തുതിക്കുകയും സമ്യക്കായി പൂജിക്കുകയും നന്നായി പൂജിക്കുകയും പുഷ്പങ്ങളാൽ ധൂപഗന്ധാദിഭിസ്തഥ, പുഷ്പങ്ങളാലും ധൂപങ്ങളാലും ഗന്ധങ്ങളാലും ദേവിയെ സ്തുതിച്ചുകൊണ്ട് പൂജിച്ചാൽ ദദാതി വിത്തം, വിത്തം എന്ന് പറഞ്ഞാൽ ധനം, ധനത്തെ നൽകുന്നു. പുത്രന്മാരെ നൽകുന്നു. മതീം, മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി. ധർമ്മേ ബുദ്ധി, ധർമ്മത്തിൽ ബുദ്ധിയും ഗതിയും ശുഭാം, നല്ല മംഗളമായ ഗതിയെയും നൽകുന്നു. ചിലയിടത്ത് രതി എന്നുണ്ട്, അപ്പം രതിയെ നൽകുന്നു. അപ്പം ദേവിയെ ഈ പുഷ്പങ്ങൾ കൊണ്ട്, ഗന്ധധൂപാദികൾ കൊണ്ട്, അഗർബത്തി, ജലം, ദീപം, ധൂപം, നമ്മുടെ കർപ്പൂരം ധൂപമായിട്ടെടുക്കാം. അപ്പം പുഷ്പം, ജലം, ധൂപം, ഗന്ധം ആദി എന്ന് പറഞ്ഞുകൊണ്ട് നേദ്യങ്ങളൊക്കെ ആകാം, ഫ്രൂട്ട്സൊക്കെ ആകാം, മാലകളാകാം, എല്ലാം ആകാം. അപ്പം ആദി എന്ന് അവിടെ പറഞ്ഞുകൊണ്ട്, അപ്പം ഇതെല്ലാം കൊണ്ട് ഈ പൂക്കളെ കൊണ്ട് അർച്ചിക്കുകയും ധൂപം തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ട് ആരാണോ അതുപോലെ തന്നെ ധർമ്മബുദ്ധിയെയും കൊടുക്കുന്നു ദേവി ഇങ്ങനെ പൂജിച്ചാൽ എന്ന്. ശുഭമായ മംഗളമായ ഗതിയെ ദേവി നൽകുന്നു. സ്തുത സംപൂജിത പുഷ്പൈഃ ധൂപഗന്ധാദിഭിസ്തഥാ ദദാതി വിത്തം പുത്രാംശ്ച. ചിലർക്ക് ധനമായിരിക്കും വേണ്ടത്, അവർക്ക് ധനത്തെ കൊടുക്കുന്നു. ചിലർക്ക് പുത്രന്മാരെ വേണം. വന്ധ്യകൾ, പുത്രന്മാരില്ലാത്ത സ്ത്രീകൾക്ക്, മനുഷ്യർക്ക് പുത്രന്മാരെ കൊടുക്കുന്നു. എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് കൊടുക്കുന്നു എന്നർത്ഥം. മതിം ധർമ്മേ ഗതിം ശുഭാം. പുഷ്പധൂപഗന്ധാദികളോടുകൂടി സ്തുതികൾ ചൊല്ലി പൂജിച്ചാൽ നിത്യയായ ഈ ഭഗവതി അനുഗ്രഹിക്കും. ധനം വേണ്ടുന്നവർക്ക് ധനത്തെയും ബുദ്ധി വേണ്ടവർക്ക് ബുദ്ധിയെയും, അതായത് ധർമ്മബുദ്ധിയാണ്, നല്ല ബുദ്ധികൾ. പുത്രന്മാരെ വേണ്ടവർക്ക് പുത്രന്മാരെയും, എല്ലാ കാര്യങ്ങളിലും ശുഭാവസ്ഥ വേണ്ടവർക്ക് അതിനെയും പ്രദാനം ചെയ്യുന്നു എന്ന് ഋഷി പറയാം. അപ്പം ഈ ദേവി സൃഷ്ടിസ്ഥിതി സംഹാരമെല്ലാം ചെയ്യുന്നു. ദേവിയെ പൂജിച്ച് സന്തുഷ്ടയാക്കിയാൽ എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാകുന്നു എന്ന് ദേവി മഹാത്മ്യം. അപ്പം ഈ ദേവി മഹാത്മ്യത്തിലുള്ള ആ മുനിമാരും ദേവന്മാരും സ്തുതിച്ച സ്തുതികളൊക്കെ, ബ്രഹ്മാവ് സ്തുതിച്ച സ്തുതിയെല്ലാം പൂജയ്ക്കൊക്കെ ചൊല്ലേണ്ടതാണ്. അപ്പം പൂക്കളെ കൊണ്ട് അർച്ചിച്ചാൽ ഒന്നും കൂടി നല്ലത്. ഒരു പ്രാവശ്യവും കൂടി വായിക്കാം. തയേ തന്മോഹ്യതേ വിശ്വം സൈവ വിശ്വം പ്രസൂയതേ സായാചിതാ ച വിജ്ഞാനം തുഷ്ടാ ഋദ്ധിം പ്രയച്ഛതി
വ്യാപ്തം തയേതത്സകലം ബ്രഹ്മാണ്ഡം മനുജേശ്വര മഹാകാള്യ മഹാകാലേ മഹാമാരീ സ്വരൂപയാം സൈവകാലേ മഹാമാരി സൈവ സൃഷ്ടിർഭവത്യജ സ്ഥിതിം കരോതി ഭൂതാനാം സൈവകാലേ സനാതനീ ഭവകാലേ നൃണാം സൈവ ലക്ഷ്മിവൃത്തി പ്രതാഗ്രഹേ സൈവാഭാവേ തഥാ ലക്ഷ്മി വിനാശയോപജായത്തെ സ്തുതാ സംപൂജിതാ പുഷ്പൈഃ ധൂപഗന്ധാദിഭിസ്തഥാ ദദാതി വിത്തം പുത്രാംശ്ച മതിം ധർമ്മേ ഗതിം ശുഭാം. ഓം ഇതി ശ്രീമാർക്കണ്ഡേയപുരാണേ സാവർണികേ മന്വന്തരേ ദേവീ മാഹാത്മ്യേ ദേവീചരിതമാഹാത്മ്യം നാമ 12ാധ്യായഃ. ഇനി ഞാൻ ഇന്നലത്തെ ഭാഗം ഒന്നും കൂടി ഒന്ന് വായിച്ചു തരാം. ആ കഴിഞ്ഞ ഭാഗം നിങ്ങൾ വായിച്ചപ്പം കുറേ തെറ്റുവരുത്തി. അപ്പം അതിന് ഒന്നും കൂടി വായിച്ചു തരാം. ശ്ലോകം 25 മുതൽ 34 വരെ. അരണ്യേ പ്രാന്തരേ വാപി ദാവാഗ്നിപരിവാരിതഃ ദസ്യുഭിർവാവൃതശൂന്യേ ഗൃഹീതോ വാപി ശത്രുഭിः സിംഹവ്യാഘ്രാനുയാതോ വാ വനേ വാ വനഹസ്തിഭിः രാജ്ഞാ ക്രുദ്ധേന ചാജ്ഞപ്തോ വധ്യോ ബന്ധഗതോപി വാ. കള്ളന്മാരോ കൊള്ളക്കാരോ വിജന സ്ഥലത്ത് ചെന്ന് നമ്മൾ ബന്ധിക്കപ്പെടുകയോ അല്ലെങ്കിൽ പിന്നാലെ സിംഹങ്ങളോ വ്യാഘ്രങ്ങളോ ഒക്കെ വന്നാലും കാട്ടാന വന്ന് നമ്മളെ ഓടിച്ചാലും കാട്ടിലകപ്പെട്ടു പോയാലും രാജ്ഞാ ക്രുദ്ധേന ചാജ്ഞപ്തോ രാജാവ് കോപം കൊണ്ട് വധ്യോ ബന്ധഗതോ വിവാ ബന്ധിക്കപ്പെടുകയോ വധിക്കാനായിട്ട് ആജ്ഞയിടുകയോ ബന്ധിച്ച് ബന്ധനസ്ഥനാക്കി വയ്ക്കുകയോ ആഘൂർണിതോ വാവാദേന ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുകയോ സ്ഥിതപ്പോതേ മഹാർണവേ സമുദ്രത്തിൽ അകപ്പെട്ടു പോവുകയോ പതൽസു ചാപി ശസ്ത്രേഷു സംഗ്രാമേ ഭൃശദാരുണേ യുദ്ധത്തിൽ ആയുധം കയ്യിലില്ലാതെ പതിക്കുകയോ ചെന്ന് പെടുകയോ ഭൃശദാരുണെന്ന് അതിഭയങ്കരമായി യുദ്ധത്തിൽ പെട്ടുപോവുകയോ സർവബാധ സുഖോരാസു വേദനാഭ്യർത്ഥിതോ വിവാ എല്ലാ ബാധകളും ഘോരങ്ങളായ ബാധകളുണ്ടാവുമ്പോഴും വേദനയാൽ പീഡിതരാകുമ്പോഴും മഹാസർപ്പേണ ദഷ്ടോവ മഹാസർപ്പത്താൽ കടിക്കപ്പെടുക. നമ്മളെ സർപ്പം കടിച്ചാലോ സർപ്പേണ അനുഗമിക്കുക. പാമ്പ് നമ്മളെ ഓടിക്കുകയോ പുറകെ വരികയോ സ്മരൻ മമൈതചരിതം നരോ മുച്ഛേദ സങ്കടാത്. അങ്ങനെയുള്ള സമയത്തിലൊക്കെ എന്നെ സ്മരിച്ചാൽ മതി. എൻ്റെ ചരിതം ചരിതം എൻ്റെ ഈ ചരിത്രം സ്മരിച്ചാൽ ആ മനുഷ്യൻ സങ്കടാത് മുച്ഛേദ സങ്കടങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. അപ്പോൾ പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ പോലും ദേവി നമ്മളെ രക്ഷിച്ചുകൊണ്ടിരിക്കും. മമ പ്രഭാവ സിംഹാദ്യ ദസ്യവോ വൈരിണസ്തഥ ദൂരാദേവ പലായന്തേ സ്മരത ചരിതം മമ. അപ്പം എൻ്റെ ഈ പ്രഭാവം കൊണ്ട് സിംഹം കൊള്ളക്കാർ വൈരികൾ ശത്രുക്കൾ അവരൊക്കെ ദൂരേക്ക് ഓടിപ്പോകും. പലായന്തേ അവരെ ഓടിച്ചു വിടും ദേവി. ഈ ദേവിയുടെ ചരിത്രം കേൾക്കുമ്പോൾ ചെറിയ ചെറിയ ദുഃഖങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ ദേവിയെ സ്മരിച്ചാൽ മതി. ദേവിയുടെ ഈ ചരിതത്തെ സ്മരിച്ചാൽ അതൊക്കെ ഓടിപ്പോകും എന്നാണ് പറഞ്ഞത്. ഋഷിരുവാച ഇത്യുക്ത്വാ സാ ഭഗവതി, ഇപ്രകാരം പറഞ്ഞിട്ട് ആ ഭഗവതി ചണ്ഡിക ചണ്ഡവിക്രമ, ആ ചണ്ഡവിക്രമിയായ ആ ചണ്ഡികാദേവി പശ്യതാമേവ ദേവാനാം, ദേവന്മാർ നോക്കി നിൽക്കേ തത്ര അവിടെ ഏവ അന്തരധീയത, അവിടെ തന്നെ അപ്രത്യക്ഷയായി.
നോക്കി നിൽക്കെ തന്നെ അന്തർധാനം ചെയ്തു എന്നർത്ഥം. തേപി ദേവാ നിരാതങ്കാഹ സ്വാധികാരാനഥാ പുരാ യജ്ഞഭാഗഭുജ സർവേ ചക്രുർവിനിഹതാരയഃ. ദേവന്മാരാകട്ടെ നിരാതങ്കന്മാരായിരുന്നു, അല്ലേ? ആതങ്കമില്ലാത്തവരായി തീർന്നു. അസുരന്മാരെയെല്ലാം ദേവി കൊന്നു കഴിഞ്ഞപ്പം ദേവന്മാരെല്ലാം സന്തോഷിച്ചു. ദുഃഖമില്ലാത്തവരായി തീർന്നു. അധികാരാൻ യഥാപുര, പണ്ടത്തെ പോലെ തന്നെ അവരുടെ അധികാരമെല്ലാം അവർക്ക് തിരിച്ചു കിട്ടി. യജ്ഞഭാഗഭുജ സർവേ, എല്ലാവർക്കും അവരവരുടെ യജ്ഞഭാഗം ഭുജിക്കാൻ സാധിച്ചു. ചക്രൂർ വിനിഹതാരയ, ശത്രുക്കൾ കൊല്ലപ്പെട്ടപ്പം. അപ്പം ദേവിയാൽ ശത്രുക്കളൊക്കെ കൊല്ലപ്പെട്ടപ്പം ദേവന്മാർക്ക് ദുഃഖമില്ലാതെയായി. അവരുടെ എല്ലാ അധികാരങ്ങളും അവർക്ക് തിരിച്ചു കിട്ടി. യജ്ഞഭാഗം ഭുജിക്കാൻ സാധിച്ചു. ദൈത്യാശ്ച ദേവ്യാ നിഹതേ, ദൈത്യന്മാരെ ദേവിയാൽ കൊല്ലപ്പെട്ടപ്പോൾ ദൈത്യന്മാർ ശുംഭേ ദേവരിപൗയുധി, ശുംഭനെ, ദേവന്മാരുടെ രിപുവായ ശുംഭനെ യുദ്ധത്തിൽ ജഗദ്വിധ്വംസകേ തസ്മിൻ, ജഗത്തിന് ധ്വംസനം ചെയ്തപ്പോൾ ആ ശുംഭനും നിശുംഭനൊക്കെ ദേവന്മാർക്ക് അല്ലെങ്കിൽ ജഗത്തിന് ധ്വംസനമായപ്പോൾ ദേവി അവരെ യുദ്ധത്തിൽ കൊന്നു. ജഗദ്വിധ്വംസകേ തസ്മിൻ മഹോഗ്രേ അതുല വിക്രമേ, മഹാ ഉഗ്രന്മാരും അതുല വിക്രമന്മാരുമായ ശുംഭൻ തുടങ്ങിയ അസുരന്മാരെ ദേവി കൊന്നു എന്നർത്ഥം. നിശുംഭേച്ച മഹാവീര്യെ, മഹാവീര്യനായ നിശുംഭനെയും കൊന്നു. അപ്പോൾ ശേഷ പാതാളമായ യൂഹു, ശേഷമുള്ളവർ ഉണ്ടായിരുന്ന അസുരന്മാർ പാതാളത്തിലേക്ക് പോയി. ആയയൂഹു പോയി എന്നർത്ഥം. പാതാളത്തിലേക്ക് പോയി ഒളിച്ചു. ഏവം ഭഗവതീ ദേവി, ഇപ്രകാരം ഭഗവതീ ദേവി സാ നിത്യാഭി പുനഃ, ആ നിത്യായ ദേവി വീണ്ടും വീണ്ടും സംഭൂയ കുരുതേ ഭൂവ, വീണ്ടും വീണ്ടും അവതരിച്ചു, അവതാരമെടുത്ത് ജഗതപരിപാലനം. അപ്പം ദേവിയുടെ കർത്തവ്യമാണ് ലോകരക്ഷണം. അതിനായിക്കൊണ്ട് വീണ്ടും വീണ്ടും അവതാരമെടുത്തുകൊണ്ട് ദേവി ലോകരക്ഷണം ചെയ്യുന്നു. ബാക്കിയുള്ളത് നമ്മൾ ഇപ്പോൾ ഇത് ചെയ്തതാണ്. ഇനി ഇത് മുഴുവനും ഒന്നും കൂടി ഒറ്റ പ്രാവശ്യം കൂടെ വായിക്കാം. അപ്പോൾ അതിൻ്റെ മുഴുവനും അർത്ഥം ഒന്നും കൂടി എന്ന് പറഞ്ഞേക്കാം. തയ്യേതന്മോഹ്യതേ വിശ്വം സൈവ വിശ്വം പ്രസൂയതേ സായാചിതാച വിജ്ഞാനം തുഷ്ടാറിദ്ധിം പ്രേച്ഛതി. അവളാൽ തന്നെ, ആ ദേവിയാൽ തന്നെ വിശ്വം മോഹിപ്പിക്കപ്പെടുന്നു. ആ വിശ്വം മുഴുവൻ ജനിക്കുന്നതും ദേവി തന്നെ ജനിപ്പിക്കുന്നത്. സായേവ, അവൾ തന്നെയാണ് വിജ്ഞാനത്തെ കൊടുക്കുന്നത്. അതായത് ഇവിടെ ഈ വിജ്ഞാനം എന്നുള്ളത് വിശേഷണ ജ്ഞാനം മോക്ഷജ്ഞാനമാണ്. അപ്പോൾ മോക്ഷജ്ഞാനത്തെ കൊടുക്കുന്നതും ഈ ദേവി തന്നെ. തുഷ്ടാറിദ്ധിയും പ്രേച്ഛതി, എല്ലാവിധ ഋദ്ധിയെയും കൊടുക്കുന്നു. വ്യാപ്തം ഏതസകലം ബ്രഹ്മാണ്ടം മനുജേശ്വര, അല്ലയോ രാജാവേ, ഈ ലോകം മുഴുവൻ, ബ്രഹ്മാണ്ടം സകലം മുഴുവനും ഈ വ്യാപിച്ചു കിടക്കുന്നു ഈ ദേവിയിൽ. മഹാകാളിയ മഹാകാലേ മഹാമാരി സ്വരൂപയാ, അല്ലയോ രാജാവേ, മഹാകാളിയായിട്ട് പ്രളയകാലത്ത് മഹാമാരി സ്വരൂപത്തിൽ ഈ ദേവി തന്നെയാണ്. സായേവകാലേ മഹാമാരി, അവൾ തന്നെയാണ് സംഹരിക്കുന്ന മഹാമാരിയായതും പ്രളയകാലത്ത്. അതാണ് കാലേ മഹാമാരി, സംഹരിക്കുന്നവളും. സായേവ സൃഷ്ടിർഭവത്യജ, ആ നിത്യയായ അജയായ ആ ദേവി തന്നെയാണ്. സായേവ തന്നെയാണ് സ്ഥിതിം കരോതി ഭൂതാനാം, ഭൂതങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നതും സ്ഥിതിയെ ചെയ്യുന്നതും. സ്ഥിതി പരിപാലനാണ് എല്ലാം. സായേവ കാലേ സനാതനി, പ്രളയകാലത്ത് സംഹരിക്കുന്നതും ആ ദേവി തന്നെ. ഭവകാലേ നൃണാം സൈവ ലക്ഷ്മിർ വൃദ്ധി പ്രതാഗ്രഹേ സൈവ അഭാവേ തഥാ ലക്ഷ്മീഹി വിനാശയോപജായതേ. നല്ല കാലത്തിൽ മനുഷ്യന്മാർക്ക്
അവൾ തന്നെ മഹാലക്ഷ്മിയായി എല്ലാവിധ ഐശ്വര്യത്തെയും നൽകുന്നു. വീട്ടിൽ ദേവിയുടെ ലക്ഷ്മിയുടെ പ്രഭാവമുണ്ടാകുന്നു, എല്ലാം പ്രദാനം ചെയ്യുന്നു. ശൈവ അഭാവേ, ആ ദേവിയുടെ അഭാവത്തിൽ അവൾ തന്നെ അലക്ഷ്മിയായി ഗ്രഹത്തിലിരുന്നു കൊണ്ട് വിനാശ ഉപജായത്തെ, വിനാശത്തെ ചെയ്യുകയും ചെയ്യുന്നു. സ്തുതാ സംപൂജിത പുഷ്പൈഹി ധൂപഗന്ധാദിഭിസ്തഥാ ദദാതി വിത്തം പുത്രാംശ്ച മതിം ധർമ്മേ ഗതിം ശുഭാം. ഇങ്ങനെ ദേവിയെ പുഷ്പങ്ങൾ കൊണ്ടും ഗന്ധധൂപങ്ങൾ കൊണ്ടും പൂജിക്കുകയും സ്തുതിക്കുകയും ചെയ്യുക. അങ്ങനെ ആവുമ്പം ദദാതി വിത്തം, ധനം വേണ്ടവർക്ക് ധനത്തെയും പുത്രനെ വേണ്ടവർക്ക് പുത്രനെയും, മതിം ധർമ്മേ, ധർമ്മത്തിൽ ബുദ്ധി വേണ്ടവർക്ക് ധർമ്മഗതിയെയും, ശുഭമായ എല്ലാവിധ ഗതിയെയും നൽകുന്നു. ഗതി എന്നും രതി എന്നുണ്ട്, രതിയെയും എല്ലാവിധ ഐശ്വര്യങ്ങളും ദേവി നൽകുന്നു. ഓം ഇതി, ഇപ്രകാരം ശ്രീ മാർക്കണ്ഡേയ പുരാണത്തിൽ സാവർണിക മന്വന്തരത്തിൽ ദേവീ മാഹാത്മ്യത്തിൽ ദേവീചരിത മാഹാത്മ്യം നാമ 12 12-ാം അധ്യായം അവസാനിച്ചു. ഹരി ഓം. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. അപരാധ സഹസ്രാണി ക്രിയന്തേ ഹർനി.